കുറച്ച് വർഷം മുൻപ് ഒരു ഭീമൻ കപ്പൽ സൂയസ് കനാലിൽ കുടുങ്ങിപ്പോയപ്പോൾ ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചത് ഓർമ്മയില്ലേ? ലോക വ്യാപാരത്തിന്റെ ജീവനാഡി ദിവസങ്ങളോളം നിലച്ചുപോയി. അന്ന് നമ്മളെല്ലാം ചിന്തിച്ചു, ഇതിനൊരു പരിഹാരമില്ലേ? ഒരൊറ്റ വഴി അടഞ്ഞാൽ ലോകം മുഴുവൻ സ്തംഭിക്കുമോ എന്ന്. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണത്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന്. ആഗോള താപനം എന്ന വലിയ ദുരന്തം ഒരു അത്ഭുത വഴി തുറന്ന കഥയാണിത്. ഈ പുതിയ വഴിയുടെ പേരാണ് ഉത്തര സമുദ്രപാത. പേരുപോലെ തന്നെ റഷ്യയുടെ വടക്കൻ തീരത്തുകൂടി ആർട്ടിക് സമുദ്രത്തിലൂടെ യൂറോപ്പിലേക്ക് പോകുന്ന ഒരു എളുപ്പ വഴിയാണിത്. മുൻപ് വർഷം മുഴുവൻ കട്ട പിടിച്ച മഞ്ഞായിരുന്ന ഈ വഴി ആഗോളതാപനം കാരണം ഇപ്പോൾ കപ്പലുകൾക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന്, സാധാരണ സൂയസ് കനാൽ വഴി 40 ദിവസം എടുക്കുന്ന ഒരു യാത്ര ഈ പുതിയ വഴിയിലൂടെ പോയ 25 ദിവസം കൊണ്ടെത്താം. ഏകദേശം 2 ആഴ്ചത്തെ സമയമാണ് ലാഭം. സമയം എന്നാൽ പണമാണ്. കുറഞ്ഞ സമയം, കുറഞ്ഞ ഇന്ധനം, കുറഞ്ഞ ചിലവ്. പോരാത്തതിന് ഈ വഴിയിലൂടെ പോകുമ്പോൾ കടൽ കൊള്ളക്കാരെയോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ സൂയസ് കനാലിലെ ട്രാഫിക് ബ്ലോക്കോ ഇല്ല. ഈ പുതിയ വഴി കണ്ടെത്തിയപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചൈനയാണ്. കാരണം നിലവിലെ കപ്പൽ പാതകൾ അവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. ചൈനയുടെ കച്ചവടത്തിന്റെ സിംഹഭാഗവും പോകുന്നത് ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപുകൾക്കടുത്തുള്ള മലാക്ക കടലിടുക്ക് വഴിയാണ്. ഇന്ത്യയുമായി എപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ വഴി അടഞ്ഞാൽ ചൈനയുടെ കച്ചവടം പൂട്ടിക്കെട്ടേണ്ടി വരും. അതോടൊപ്പം സൂയസ് കനാലിലെ പ്രശ്നങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും എപ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. ഈ എല്ലാ തലവേദനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു രഹസ്യ വഴിയാണ് ചൈനയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചൈന തുറന്ന ഈ വഴി ഇന്ത്യക്കും വലിയൊരു വാതിലാണ് തുറന്നിരിക്കുന്നത്. ഇന്ത്യ കുറച്ചു കാലമായി ചൈന വ്ളാഡിവോസ്റ്റോക്ക് എന്ന പേരിൽ റഷ്യയിലേക്ക് ഒരു പുതിയ കപ്പൽ പാത വികസിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെ കിഴക്കൻ തീരത്തുള്ള ഈ വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖം പുതിയ ആർട്ടിക് പാത തുറക്കുന്ന സ്ഥലത്തു നിന്ന് തൊട്ടടുത്താണ്. നമ്മുടെ ചരക്കുകൾ ചൈനയിൽ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലും അവിടുന്ന് ഈ ഒരു പുതിയ ഷോർട്ട് കട്ട് വഴി യൂറോപ്പിലും വരെ വേഗത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കയറ്റുമതിക്ക് വലിയൊരു കുതിച്ചുചാട്ടം നൽകും. പക്ഷേ ഈ വഴിക്ക് ചില വെല്ലുവിളികളുണ്ട്. ഈ പാതയുടെ പ്രധാന ഭാഗവും നിയന്ത്രിക്കുന്നത് റഷ്യയാണ്. അവരുടെ സഹായമില്ലാതെ ഈ വഴിയിലൂടെ പോകാൻ പ്രയാസമാണ്. അതോടൊപ്പം ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ശക്തമായ സൈനിക സാന്നിധ്യം ഈ മേഖലയിലുണ്ട്. ചൈനയുടെയും റഷ്യയുടെയും ഈ പുതിയ നീക്കങ്ങളെ അവർ അത്ര നല്ല കണ്ണോടെയല്ല കാണുന്നത്. ചുരുക്കത്തിൽ ഭൂമിയുടെ ഒരു ദുരന്തം ലോക വ്യാപാരത്തിന് പുതിയൊരു വാതിൽ തുറന്നു തന്നിരിക്കുന്നു. ഇത് സൂയസ് കനാലിന്റെ പ്രാധാന്യം കുറയ്ക്കുമോ? ഇന്ത്യ ഈ അവസരം എങ്ങനെ മുതലെടുക്കും? ഈ പുതിയ വഴി ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.